പിതൃക്കളുടെ ആത്മശാന്തിക്കായി പുണ്യസ്ഥലങ്ങളിൽ ബലിയർപ്പിക്കുന്ന ദിവസമാണ് കർക്കിടകവാവ്. ഈ വർഷം ജൂലൈ 24-നായിരുന്നു കർക്കിടകവാവ്. കർക്കിടക വാവ് ബലിക്ക് തലേ ദിവസം ഒരിക്കലെടുക്കുന്നു. കുളിച്ച് ശുദ്ധി വരുത്തി മത്സ്യമാംസാദികൾ കഴിക്കാതെ പ്രാർത്ഥനയോടെ പിതൃക്കളെ സ്മരിക്കുന്നു. തലേ ദിവസം ത്രിമധുരം ചേർത്ത അടയും ഇളനീരും ദാഹം വയ്ക്കുന്നു. അമാവാസി നാളിൽ പിതൃസ്മരണയിൽ നദീതീരത്തും ക്ഷേത്ര പരിസരത്തും ബലിതർപ്പണം ചെയ്യുന്നു. എള്ളും പൂവും അരിയും ഉരുട്ടി പിതൃക്കളെ മനസ്സിൽ ധ്യാനിച്ച് ദർഭ കയ്യിൽ അണിഞ്ഞ് മന്ത്രങ്ങൾ ചൊല്ലി കർമ്മങ്ങൾക്ക് ശേഷം പിതൃക്കൾക്ക് കൊടുക്കുന്നു. ഇതാ കണ്ടില്ലേ, കയ്യിൽ ഇലയിൽ കർമ്മം ചെയ്ത ഇത് കൊണ്ടുപോയി കൊടുക്കാൻ പോവുകയാണ്. അത് കൊണ്ടുപോയി വെച്ചിട്ട് കൈകൊട്ടി വിളിക്കും. കാക്കകളെയാണ് പിതൃക്കളായി കരുതുന്നത്. കാക്കകൾ വന്ന് എടുത്തുകൊണ്ട് പോകും. ഇനിയിപ്പോൾ കൈകൊട്ടി വിളിക്കുക. അതാ മൊബൈലൊക്കെയാണ് ഇപ്പോൾ കേട്ടോ. ഇനി മൊബൈലിൽ എങ്ങനെയാണോ വിളിക്കുമോ എന്തോ, അതൊന്നും അറിയില്ല. കാലം മാറി വരെയല്ലേ. കണ്ടോ, കാക്ക ചിലപ്പോൾ കഴിക്കും, ചിലതൊന്നും കഴിക്കില്ല. എല്ലാം ഓരോ വിശ്വാസങ്ങളല്ലേ. പിന്നെ ഓരോരുത്തർക്കും ഓരോ സംതൃപ്തിയാണിതെല്ലാം. അത് ചെയ്തു, പിതൃക്കൾക്ക് ഒരു ആഹാരം കൊടുത്തു എന്നെല്ലാം കരുതുന്നു. പക്ഷേ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പിതൃക്കൾക്കൊക്കെ നല്ലപോലെ ആഹാരമൊക്കെ കൊടുക്കേണ്ടതാണ്. അല്ലാതെ അപ്പം കൊടുക്കാതെ ഇപ്പോൾ കൊണ്ടുപോയി മരിച്ചു കഴിഞ്ഞിട്ട് കൊടുത്താൽ പിതൃക്കൾ എങ്ങനെയോ വരുന്നോ എന്താണെന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ. ആധുനിക ഇങ്ങനെ മാറി മാറി വരികയല്ലേ കാര്യങ്ങൾ ഓരോന്നേ. അപ്പോൾ ഓരോരുത്തരുടെ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ. എല്ലാവരെയും അവരവരുടെ വിശ്വാസങ്ങൾ രക്ഷിക്കട്ടെ. എന്തായാലും പിതൃക്കളെ സ്മരിക്കുന്നത് നമ്മൾ പണ്ട് കേട്ട് തുടങ്ങിയ ഒരു കാര്യമാണിതെല്ലാം. അത് ഞാനിവിടെ പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. ഇത് പെരിയാറിൻ്റെ തീരത്താണ് ഇതെല്ലാം. അത് മുഴുവൻ എടുത്തിട്ടില്ല എങ്കിലും കുറച്ചൊക്കെ എടുക്കാൻ പറ്റിയത് പിന്നെ ഭാഗ്യം. ധാരാളം ഷെഡുകളെല്ലാം അവിടെ ശിവക്ഷേത്രം ഉണ്ടല്ലോ, മഹാദേവ ക്ഷേത്രമുണ്ട്. ആ ശിവക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് ആണ് ഇതെല്ലാം നടക്കുന്നത്. ധാരാളം ബലിത്തറകളുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്നും വന്നവർ കെട്ടി പണിതിട്ടുള്ളതാണ് കാണുന്നത്. താൽക്കാലികമായിട്ട് പിന്നെ വെള്ളത്തിൽ സംരക്ഷണം ഒന്നും അപകടം ഇല്ലാതിരിക്കാനും പരിസരം വൃത്തിയാക്കാനും ഒക്കെ ആയിട്ട് കരുതിയിട്ടുണ്ട്. സുരക്ഷാ വലയങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. നല്ല മഴയുള്ള സമയമാണല്ലോ, അപ്പോൾ അതും വേണം. ഏതാണെങ്കിലും ഇങ്ങനെയൊക്കെ ആണ് കർത്തവാവിൻ്റെ കാര്യങ്ങൾ. കർത്തവാവിൽ ബലിയിടുന്നതും പിതൃക്കളെ സ്മരിക്കുന്നതും. തലേ ദിവസത്തേക്ക് അടയൊക്കെ എങ്ങനെയാണ് വീതി വെക്കും. നല്ല ടേസ്റ്റി അടയൊക്കെ ആയിരിക്കും കേട്ടോ. എന്താണ് അവല്, നെയ്യ്, പഴം, ശർക്കര എല്ലാം അങ്ങോട്ടൊക്കെ വെച്ചിട്ടുള്ള അടയാണല്ലോ. എല്ലാവരും അതിന് ശേഷം വീട്ടുകാരെല്ലാം നല്ല രസമായിട്ടൊക്കെ കഴിക്കും. കാർന്നവന്മാർ കഴിച്ചു എന്നുള്ള സങ്കല്പം. പിന്നെ അടുത്ത ദിവസവും വീതിയൊക്കെ വെക്കും. അത് ഓരോരുത്തരുടെ ഇതനുസരിച്ചിട്ടാണ്. മത്സ്യമാംസാദികളും എങ്ങനെയൊക്കെയാണോ എന്തൊക്കെയാണോ കാർന്നവന്മാർക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അതൊക്കെ അനുസരിച്ച് വയ്ക്കുന്നു എന്നാണ് സങ്കല്പം.
പക്ഷേ ഇപ്പം എല്ലാവരും അത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ചടങ്ങ്. നിങ്ങളെങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെയൊക്കെ ചെയ്യുക. ഇതിങ്ങനെ ഏതായാലും പൊതുവെ ഒരു ശിവക്ഷേത്രം ആണത്. പെരിയാറിൻ്റെ തീരത്താണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇത് ആലുവാപ്പുഴ, മനോഹരമായ പുഴയാണ് കേട്ടോ ആലുവാപ്പുഴ. ഏതായാലും പരിസരം മലിനീകരണമൊന്നും കണ്ടില്ല അവിടെ. എല്ലാം വൃത്തിയാക്കുന്നുണ്ട് അപ്പോൾ തന്നെ. ഏതായാലും നിങ്ങളും അറിയുക, ഇങ്ങനെയൊക്കെയാണ് മിക്കവരും തിരിച്ചു പോയി തുടങ്ങി. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഈ മുങ്ങിക്കുളിയൊക്കെ ഉണ്ട്, അതൊക്കെ കാണിക്കാം. അത് മുങ്ങിക്കുളിക്കും. അത് ചെറിയ പ്രായക്കാരൊന്നും കുളിക്കില്ല കേട്ടോ. അവർ വെറുതെ ഇങ്ങനെ നിന്നിട്ട് വെള്ളമെടുത്ത് തലയിലേക്ക് ഇങ്ങനെ തളിക്കുള്ളൂ. പിന്നെ അല്ലാത്തവർ ജെൻസെല്ലാം ഇത് ഉടനെ മുങ്ങിക്കുളിക്കുക. അവർക്കൊരു തോർത്തൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് കുളിച്ചാൽ മതിയല്ലോ. മറ്റേത് ധാരാളം ഡ്രസ്സുകളൊക്കെ ഇല്ലേ, അതൊക്കെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഈറനണിഞ്ഞ് പിന്നെ ചിലവർ മുങ്ങി കുളിക്കുന്നവരുണ്ട് കേട്ടോ. നമ്മളതൊന്നും കേട്ടോ കണ്ടോ. അപ്പോൾ ഇതാണ് കർത്തവാവിൻ്റെ വിശേഷങ്ങൾ. എന്തായാലും ഇതൊക്കെ തുടർന്ന് വരുന്നുണ്ടല്ലോ. കുപ്പുകൈയോടെ ലക്ഷ്മി ശിവ്.